ഫ്രാൻസിസ് പാപ്പ നാമകരണം ചെയ്ത 8 വാഴ്ത്തപ്പെട്ടവരുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് അന്തിമ അംഗീകാരം നൽകുന്നതിനായി ജൂൺ 13-ന് വത്തിക്കാനിൽ ലയോ 14-മൻ പാപ്പ തന്റെ ആദ്യ കോൺസിസ്റ്ററി വിളിച്ചുകൂട്ടും. ഈ കൺസിസ്റ്ററി കർദിനാൾമാരുടെ സാധാരണ പൊതു കൺസിസ്റ്ററി എന്നറിയപ്പെടുന്നു. കൂടാതെ ലയോ 14-മൻ മാർപ്പാപ്പയുടെ ആദ്യത്തെ കൺസിസ്റ്ററിയാണിതെന്ന സവിശേഷതയുമുണ്ട്. ഫെബ്രുവരി മാസം അവസാനം റോമിലെ ജമലി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് പാപ്പ കൺസിസ്റ്ററി വിളിച്ചു ചേർത്തെങ്കിലും വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ തീയതി നിശ്ചയിച്ചിരുന്നില്ല. വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിന്റെ നാമകരണ നടപടികളുടെ അവസാനഘട്ടം, തീയതി നിശ്ചയിക്കുന്നതിനുള്ള വോട്ടെടുപ്പ് എന്നിവ ഈ കോൺസിസ്റ്ററിയിൽ നിർണ്ണയിക്കപ്പെടും. ജൂൺ 4 ബുധനാഴ്ച ലിറ്റർജിക്കൽ സെലിബ്രേഷൻസ് ഓഫീസ് വാഴ്ത്തപ്പെട്ടവരുടെ പട്ടിക സ്ഥിരീകരിച്ചതോടെയാണ് കൺസിസ്റ്ററിക്കായുള്ള നടപടികൾക്ക് തുടക്കമായത്. ജൂൺ 13-ന് നടക്കുന്ന കോൺസിസ്റ്ററിയിൽ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനുള്ള അന്തിമ അംഗീകാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ആ 8 പേർ ഇവരാണ്. വാഴ്ത്തപ്പെട്ട ബാർട്ടോലോ ലോംഗോ, ഇറ്റാലിയൻ വംശജനും അഭിഭാഷകനും പോംപോയിലെ അവർ ലേഡി ഓഫ് ദ റോസറി സാങ്ച്വറി സ്ഥാപകനുമായ വാഴ്ത്തപ്പെട്ട ബാർട്ടോലോ ലോംഗോ 20-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ ജപമാല ഭക്തിയുടെ ഏറ്റവും വലിയ പ്രചാരകരിൽ ഒരാളായി അംഗീകരിക്കപ്പെടുന്നു. ജൂൺ 13-ലെ കോൺസിസ്റ്ററിയിൽ പാവപ്പെട്ടവരുടെ ഡോക്ടർ എന്നറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട ജോസ് ഗ്രിഗോറിയോ ഫെർണാണ്ടസിന്റെ വിശുദ്ധ പദവിയുടെ തീയതിയും പ്രഖ്യാപിക്കും. വൃദ്ധയായ ഒരു സ്ത്രീയെ സഹായിക്കാൻ പോകുന്നതിനിടെ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ജോസ് ഗ്രിഗോറിയോ ഫെർണാണ്ടസ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കുടുംബ ബന്ധങ്ങളുടെ മൂല്യങ്ങൾക്കായി നിലകൊണ്ടതിന് കൊല്ലപ്പെട്ട പാമ്പുവ ന്യൂഗിനിയയിലെ ആദ്യത്തെ വാഴ്ത്തപ്പെട്ട പിയട്രോ ടു റോട്ടും പട്ടികയിലുണ്ട്. സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സിയോ ബെറോണയുടെ സ്ഥാപകനായ വിൻസെൻസ മരിയ പൊളോണിയുടെ വിശുദ്ധ പദവിയുടെ തീയതിയും കർദിനാൾ സംഘം ജൂൺ 13-ന് തീരുമാനിക്കും. 1915-ലെ അർമേനിയൻ വംശഹത്യയിൽ രക്തസാക്ഷിത്വം വരിച്ച ബിഷപ്പ് ഇഗ്നാസിയോ ചൗക്കർല മാലോയേനെയും ഉടൻ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടും. കോൺഗ്രിഗേഷൻ ഓഫ് സെർവൻസ് ഓഫ് ജീസസ് സഭയുടെ സ്ഥാപകൻ മരിയൻ ഡെൽ മോണ്ടെ കാർമലോ റെൻഡിൽസ് മാർട്ടിനസ് വെനിസുലയുടെ ആദ്യത്തെ വിശുദ്ധയായിരിക്കും. ഒരു ഇറ്റാലിയൻ മിഷണറിയായ വാഴ്ത്തപ്പെട്ട മരിയ ട്രോൺകാട്ടിയും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. അവസാനമായി 3-ാം ഡൊമിനിക്കൻ സഭയിലെ അംഗമായ വാഴ്ത്തപ്പെട്ട പ്രിയർ ജോർജിയോ ഫ്രൊസാറ്റി അദ്ദേഹത്തിന്റെ വിശുദ്ധ പദവി ഓഗസ്റ്റ് 3-ന് കൗമാരക്കാരുടെ ജൂബിലിയോടനുബന്ധിച്ച് നടത്തപ്പെടും. ചെറുപ്പം മുതൽ ദിവികാരുണ്യത്തിലും പരിശുദ്ധ കനികാമറിയത്തിലും ക്രിസ്തുവിനോട് അഗാധമായ സ്നേഹം വളർത്തിയെടുത്ത വാഴ്ത്തപ്പെട്ട പ്രിയർ ജോർജിയോ ഫ്രൊസാറ്റി ചെറുപ്പത്തിൽ തന്നെ ദരിദ്രരെ സേവിക്കുന്നതിനായി സ്വയം പൂർണ്ണമായും സമർപ്പിച്ചു. ഇവരാണ് ലയോ 14-മൻ പാപ്പയുടെ ആദ്യ കോൺസിസ്റ്ററിയിൽ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനുള്ള അന്തിമ അംഗീകാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.